മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ആദർശ് ഒന്ന് സമ്മതിച്ചു തന്നെ വലിയ കാര്യം. അവന്റെ മനസ്സ് മാറും മുമ്പ് കല്യാണം നടത്താൻ പറ്റിയാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങ് നടത്തണം. അതെ, അത് തന്നെയാ വേണ്ടത്. എന്തായാലും അധികം വൈകിക്കാതെ മീരയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ശരി, ഉടനെ തന്നെ ഞാൻ ചോദിക്കാം. ഇനി അങ്ങോട്ട് ഓണാഘോഷങ്ങളുടെ തിരക്കായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ശരി ചേച്ചി, എങ്കിൽ അങ്ങനെ ചെയ്യാം. വിസ്മയുടെ കാര്യം നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. അവൾക്ക് ആ പഴയ ബന്ധത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് തന്നെയാ പറയുന്നത്. എന്ത് അഭിമാനത്തോടു കൂടിയാ ആങ്ങളെ പറയുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ബി? അവളുടെ ജീവിതമല്ലേ. അവിടെ തീരുമാനം എടുക്കേണ്ടത് അവളല്ലേ. നിങ്ങളോടെല്ലാം മാപ്പ് പറയാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. വിസ്മയ്ക്ക് വേണ്ടി കൂടി ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുക. നീ വിഷമിക്കണ്ട, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഒരു കണക്കിന് ഇതിപ്പോ ആയത് നന്നായി. വിവാഹ ശേഷമാണ് അവക്കിങ്ങനൊരു മനംമാറ്റം വന്നതെങ്കിലോ എന്റെ മോന്റെ ജീവിതം എന്തായേനെ. അത് ശരിയാ. ഏതായാലും ഇതിങ്ങനെ അവസാനിക്കട്ടെ. നമ്മുടെ ആദർശിന് വേറെ നല്ല വിവാഹം നടക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനിരിക്കുകയായിരുന്നു. വിസ്മയുടെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്ന സമയത്താണ് സുഭദ്രേച്ചി ആദർശിന് യോജിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്. അതാരാ? എന്നിട്ട് ആന്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. യാദൃശികമായി ചേച്ചിക്ക് ആ പെൺകുട്ടിയുടെ ജാതകം കിട്ടിയപ്പോ എന്തോ ഉൾവിളി പോലെ ചേച്ചി ആദർശിന്റെ ജാതകവുമായി ഒത്തുനോക്കി. അവർ തമ്മിൽ ജാതകപ്രകാരം നല്ല പൊരുത്തമുണ്ടെന്നാ സുഭദ്രേച്ചി പറയുന്നത്. ആരാമേ ആ പെൺകുട്ടി? കുട്ടിയെ നിങ്ങൾക്കൊക്കെ അറിയാം, മീര. മീരയോ? അതെ, നല്ല കുട്ടിയല്ലേ. നല്ല സ്വഭാവ ഗുണവും കുടുംബ പാരമ്പര്യവും നല്ല സൗന്ദര്യമുള്ള കുട്ടിയല്ലേ മീര. അതൊക്കെ ശരിയാ, മീര നല്ല കുട്ടി തന്നെയാ. പക്ഷേ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്ത ഒരു കുട്ടിയെ ആദർശിന്റെ ഭാര്യയായി കാണാൻ എനിക്ക് സാധിക്കില്ല. അതിനെന്താ ബി, നമ്മള് കുട്ടിയെ മാത്രം നോക്കിയാ പോരെ? വിഘ്നേശ്വരനൊന്നും പറയണ്ട. സ്വന്തം പെങ്ങള് കാരണം ഇതൊക്കെ ഉണ്ടായത്. നിനക്ക് എന്താ ബി? മീരയ്ക്ക് എന്താ ഒരു കുറവ്? മീരയുടെ കുറവ് ഞാൻ പറഞ്ഞല്ലോ. ദേവ ബിൽഡേഴ്സിൽ ജോലി ചെയ്ത ഒരു സ്റ്റാഫ് തന്നെ MDയുടെ ഭാര്യയായി വന്നാൽ ആളുകൾ എന്ത് പറയും? അഭി പറയുന്നതിലും കാര്യമുണ്ടമ്മേ. ആൾക്കാര് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്ത് തെറ്റിദ്ധരിക്കാൻ? കുടുംബത്തിലുള്ള ആളെ ആലോചിച്ചതിന്റെ ഫലം കണ്ടതല്ലേ. എന്തായാലും മീരയുടെ കാര്യത്തിൽ അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കുറപ്പാ. ഈ വിവാഹത്തോട് ഞാൻ ഒരിക്കലും അനുകൂലിക്കില്ല അമ്മേ. ഇപ്പൊ ധൃതി വെച്ച് വിവാഹം നടത്താൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആദർശിന് ഇപ്പൊ വിവാഹം നടത്താൻ തിരക്കൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ എടുത്തു ചാടുന്നേ? സാവകാശം ആലോചിച്ച് നമ്മുടെ കുടുംബത്തിനും ചുറ്റുപാടിനും യോജിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയ പോരെ? അതുപോരാ, 6 മാസത്തിനുള്ളിൽ ആദർശിന്റെ വിവാഹം നടത്തണമെന്ന് സുഭദ്രേച്ചി കുറെ നാൾ മുമ്പ് പറഞ്ഞതാണ്. ഇതിപ്പോ ഒരെണ്ണം ഒത്തുവന്നിരിക്കുകയാണ്. നിനക്കതിൽ എതിർപ്പുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം പറയണം. അത് ദേവ ബിൽഡേഴ്സിൽ മീര ജോലി ചെയ്തു എന്നുള്ള കാരണം ആവരുത്. പിന്നെ മീര സ്റ്റാഫായിരുന്നു എന്നതൊരു കുറവായി കാണണ്ട. കാരണം നമ്മൾ ജോലിക്കെടുക്കുന്നത് 100% കഴിവും അർഹതയുള്ളവരെയാണ്. അത് മീര പ്രൂവ് ചെയ്തതുമാണ്. അതുമാത്രമല്ല, ഭാവിയിൽ ആദർശിനെ ജോലി കാര്യങ്ങൾ സഹായിക്കാനും മീരയ്ക്ക് സാധിക്കും. ജീവിത പങ്കാളിയായി വരുന്നയാള് എല്ലാ കാര്യത്തിലും സപ്പോർട്ടാകുന്നത് നല്ലതല്ലേ? അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് സമ്മതിക്കില്ല.
അവനെ കെട്ടാൻ പെൺകുട്ടികൾ ക്യൂ നിൽക്കും, അതും നമുക്കൊപ്പമുള്ള ആൾക്കാര്. അതൊക്കെ മറന്ന് ഇങ്ങനൊരു ബന്ധത്തിന്റെ ഒരാവശ്യമില്ല. നീ സമാധാനിക്കേ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഇനി അവർക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടോന്ന് അറിയണ്ടേ, എന്നിട്ടല്ലേ ബാക്കിയൊക്കെ. ആ അത് ശരിയാ. വിവാഹ കാര്യത്തില് രണ്ടുപേരുടെയും പരിപൂർണ സമ്മതം നോക്കണം, അല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. അതെ, അത് പറഞ്ഞു തരാൻ ഏറ്റവും യോജിച്ച ആള് നിങ്ങൾ തന്നെയാണല്ലോ. അബി, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? വിസ്മയെ കാണിച്ചാൽ എനിക്ക് സങ്കടമില്ലെന്നാണോ നീ കരുതിയത്? എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ടാ ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്നത്. ആ വിഷയം ഇനി സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞു പോയത് പറഞ്ഞുകൊണ്ടിരുന്ന് സമയം കളയേണ്ട കാര്യമില്ല. മുന്നോട്ടെന്തെന്ന് മാത്രം ചിന്തിച്ചാ മതി. ഒരുപക്ഷെ ആ വിവാഹം മുടങ്ങിയത് നല്ലതിനാവും. അമ്മ ഈ പറയുന്ന നല്ലത് മീരയല്ലേ? അതെ, അതിലെന്താ സംശയം? സുഭദ്രേച്ചിക്കും ഈ വിവാഹം വലിയ താല്പര്യമാണ്. ബാക്കിയൊക്കെ അവരോട് സംസാരിച്ച ശേഷം തീരുമാനിക്കാം. ആ അതെ, ശരി ശരി, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താ മതി, എല്ലാം ശരിയാവും. മുകുന്ദേട്ടാ, ആ മീര, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ മുകുന്ദേട്ടനെ ഒന്ന് കാണണേന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ആണോ? അപ്പൊ എന്തോ വളരെ കാര്യമായിട്ട് പറയാനുണ്ടല്ലോ. അത്ര വലിയ സംഭവമൊന്നുമല്ല, എന്നാലും സന്തോഷമുള്ളൊരു കാര്യ. ഓണം വരല്ലേ, തിരുവോണത്തിന്റെ അന്ന് കൂടെ താമസിക്കുന്ന അമ്മയും കൂട്ടി ഒന്ന് വീട്ടിൽ വരാമോ? നമുക്ക് എല്ലാവർക്കും കൂടി ഓണസദ്യ കഴിക്കാം. എല്ലാവരും ഒരുമിച്ചുണ്ടാവുമ്പോ അമ്മയ്ക്കും അത് നല്ല സന്തോഷമുള്ള കാര്യമായിരിക്കില്ലേ? മീര ക്ഷണിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും തിരുവോണത്തിന്റെ അന്ന് നല്ല തിരക്കായിരിക്കും. അമ്മയ്ക്കും അത് തന്നെയായിരിക്കും അവസ്ഥ. അമ്മ അന്ന് ഗുരുവായൂർ പോണമെന്നിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നേ. ഓ, എങ്കിൽ ഞാൻ സദ്യയും കൊണ്ട് വീട്ടിലേക്ക് വരാം. അതൊന്നും വേണ്ട മീര. തിരുവോണത്തിന്റെ അന്ന് വീട്ടിലെല്ലാവരുടെയും കൂടെ മീര സന്തോഷമായിട്ടിരിക്കുക. അതിനിടയിൽ എല്ലാം പൊതിയിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരിക, അതൊന്നും വേണ്ട. അമ്മ പോവുകയാണെങ്കിൽ ഞാനിവിടെ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തിരുവോണോട്ട് കഴിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന പായസം കൊണ്ടുവന്നാ കഴിക്കോ? വെറുതെ വിടാൻ ഉദ്ദേശമില്ല അല്ലേ? ശരി, മീരയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അല്ല, ഞാൻ മുകുന്ദേട്ടനെ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിലേക്കുള്ള വഴി പറഞ്ഞതാ. ആ വീടേ, അമ്പലം ഇങ്ങനെ ചുറ്റിയിട്ട് രണ്ടാമത്തെ പോക്കറ്റ് റോഡ്, അതിനറ്റത്തുള്ള ചെറിയൊരു വീട്, അതിന്റെ മുമ്പിൽ അമ്പാടിന്ന് എഴുതിയിട്ടുണ്ട്. ശരി, എങ്കിൽ ഞാൻ വന്നോളാം. മീരയുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്നാ ശരി. ആ മീര അമ്പലത്തിൽ പോയിട്ട് വരികയാണെന്ന് തോന്നുന്നു. അതെ, സാറെന്താ ഇവിടെ? ഞാനൊരു വഴിക്ക് പോകായിരുന്നു. മീര എന്നും ക്ഷേത്രത്തിൽ പോകാറുണ്ടല്ലേ? പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോവും. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസ. ഞാനൊരു ദിവസം മീര ക്ഷേത്രത്തിൽ പോകുന്ന കണ്ടിരുന്നു. എന്നെയോ? എപ്പോ? സ്വപ്നത്തില്. സ്വപ്നത്തിലോ? അല്ല, അമ്മ പറയാറുണ്ട് മീര സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ പോകാറുണ്ടെന്ന്. അക്കാര്യം പറഞ്ഞതാ. അറിയാതെ നാവ് പഴിച്ചെന്തോ പറഞ്ഞു പോയതാ. അമ്മയ്ക്കും ആൻറ്റിക്കും മീരയെ വലിയ കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം മിക്ക ദിവസങ്ങളിലും മീരയുടെ കാര്യങ്ങളാണ് സംസാരിക്കാറ്. അയ്യോ, അങ്ങനെ സംസാരിക്കാൻ മാത്രം എനിക്കെന്ത് പ്രത്യേകതയുള്ളത്? ഞാൻ വെറും സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി മാത്രം. നമ്മുടെ വില തീരുമാനിക്കേണ്ടത് നമ്മൾ സ്വയം അല്ലല്ലോ. നമ്മളെ കണ്ട് മറ്റുള്ളവർ നല്ലത് പറയുവാണെങ്കിൽ അതല്ലേ വലിയ കാര്യം. അല്ലാതെ സ്വയം ഞാൻ വലിയ ആളാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? അവിടെയാണ് മീരയുടെ വിജയം. ഞാൻ അറിഞ്ഞിടത്തോളം മീരയെക്കുറിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതെന്റെ മിടുക്കൊന്നുമല്ല സർ, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം.
ആ മീര വരൂ, ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ പോയിക്കോളാം. സാർ വെറുതെ ബുദ്ധിമുട്ടണ്ട. ഹേയ്, എന്ത് ബുദ്ധിമുട്ട്. അല്ലെങ്കിലും എനിക്ക് മീരയുടെ അച്ഛനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അച്ഛനെ കാണുന്ന എന്തിനാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ക്ഷേത്രത്തിന്റെ 1-2 കാര്യങ്ങൾ സംസാരിക്കണം. പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ച്, അത്രയേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലും മീരയും കൂടി ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് കയറി വരുന്നതിന്റെ ചമ്മൽ ഒഴിവാക്കാലോ എന്ന് കരുതി പറഞ്ഞതാ. ഓ, പെട്ടെന്ന് ക്ഷേത്രകാര്യം എന്ന് പറഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അതിനെന്തിനാ പേടിക്കുന്നത്? അല്ല സർ, വീണ്ടും തടസ്സങ്ങൾ വല്ലതും ആണോ എന്ന് ഓർത്തുപോയി. ഓ, ആദ്യം വിചാരിച്ചൊന്നും നടന്നില്ലല്ലോ. ഇപ്പൊ വീണ്ടും പുതിയ വിഗ്രഹം വെച്ച് പ്രതിഷ്ഠ നടത്താൻ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോ ഇനി അതും കൂടി മുടങ്ങിപ്പോവെന്ന് ഓർത്തുപോയി. അങ്ങനെ ഒരു പേടിയും വേണ്ട മീര, എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇപ്പൊ ആ ചടങ്ങ് ഭംഗിയായിട്ട് നടക്കണമെന്ന് തന്നെ പോലെ പ്രാർത്ഥിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് കുട്ടിക്കോ? സത്യം പറയാലോ മീര, എനിക്കിത്തരം കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ തൻ്റെ ഈ ആത്മാർത്ഥത കാണുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്ന് ഞാനും അറിയാതെ പ്രാർത്ഥിച്ചു പോവുക. താങ്ക് യു സർ. സത്യത്തിൽ എൻ്റെ മുത്തശ്ശിയുടെയും ഈ വലിയ ആഗ്രഹം സാധിക്കുന്നതിന് നന്ദി പറയേണ്ടത് സാറിനോടും അമ്മയോടോ. നിങ്ങൾ ആ ക്ഷേത്രം വിട്ടുതരാനും അവിടെ പ്രതിഷ്ഠ നടത്താനും തയ്യാറായില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അയ്യോ, ഞങ്ങൾ അങ്ങനെ ഗ്രേറ്റ് ഒന്നും ആക്കണ്ട. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥ പ്രയത്നത്തിന് മുന്നിൽ ഞങ്ങൾ ചെയ്തത് നിസ്സാര കാര്യമാണ്. അങ്ങനെയല്ല സർ, നിങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാർ സാധാരണ അവരുടെ ലാഭം മാത്രമേ നോക്കൂ. പക്ഷേ സാർ അങ്ങനെയല്ല ചെയ്തത്. സാർ ഞങ്ങളുടെ മാനസികാവസ്ഥയ്ക്കും കൂടി വില നൽകി. ഒരുപാട് സന്തോഷം. എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദിയൊന്നും വേണ്ട. തൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രം മതി. ഭഗവാന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായ സ്ഥിതിക്ക് മീര പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ഉറപ്പായിട്ടും കേൾക്കും. എന്നെ കളിയാക്കിയതല്ലേ? ഏയ്, ഒരിക്കലുമല്ല. മീര ഭഗവാന് വേണ്ടപ്പെട്ട ആള് തന്നെയാണ്. അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, എനിക്കൊപ്പം എപ്പോഴും ഭഗവാൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതാണ് എൻ്റെ ധൈര്യം. മീരയ്ക്ക് ഞാൻ വീട്ടിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല സർ. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, വണ്ടിക്കാരത് വഴിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് ചോദിച്ചതാ. ഈ സംസാരം കാറിലിരുന്ന് സംസാരിക്കാം, അതോ എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല സർ. വരൂ, നമുക്ക് പോവാം. ശരി, എന്നാ വാ. മീരയുടെ വിവാഹക്കാര്യമൊക്കെ എന്തായി? ആ വിവാഹം വേണ്ടെന്നുള്ള തീരുമാനത്തിൽ അച്ഛനിപ്പോ. അതെന്തു പറ്റി? കേട്ടിടത്തോളം നല്ല ആലോചനയായിരുന്നല്ലോ. അതെ, ഞാൻ സാറിനോട് പറഞ്ഞിരുന്നില്ലേ ഞാനിപ്പോ ഒരു വിവാഹത്തിന് മനസ്സുകൊണ്ട് തയ്യാറായിരുന്നില്ല എന്ന്. അച്ഛൻ്റെ ഒരു സുഹൃത്ത് പെട്ടെന്ന് മരണപ്പെട്ടപ്പോ അച്ഛൻ എന്തോ ഒരു ടെൻഷൻ. അങ്ങനെ വിവാഹത്തിലേക്ക് എത്തിയത്. അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് അച്ഛന് വാശിയായിരുന്നു. എന്നിട്ട് പക്ഷേ കൂടുതൽ അയാളെ മനസ്സിലാക്കിയപ്പോ എന്റെ രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ അയാൾക്ക് സാധിക്കില്ല എന്ന് അച്ഛന് എന്നെ തോന്നി. അച്ഛൻ തന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അത് നന്നായി. അതെന്താ? അല്ല, പരസ്പരം പൊരുത്തപ്പെടാൻ സാധിക്കാത്ത രണ്ടുപേരും തമ്മിൽ ഒന്നിക്കാതിരിക്കുന്നതാണ് നല്ലത്. വിവാഹകാര്യത്തിൽ പൊരുത്തം വേണ്ടത് പെണ്ണും ചെറുക്കനും തമ്മിലാ. അതെ, എനിക്കും അതേ അഭിപ്രായം തന്നെയാ. ഒരു ജീവിതകാലത്തേക്കുള്ള കരാറാണ് വിവാഹം. അവിടെ പഴിച്ചാൽ പിന്നെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. എനിക്ക് പറഞ്ഞു വെച്ചിരുന്ന ആ വിവാഹവും മുടങ്ങി. അയ്യോ, അതെന്താ പറ്റിയേ? ഹേയ്, താനിത്ര ടെൻഷനൊന്നും ആവണ്ടോ. തന്നെ പോലെ തന്നെയാ ഞാനും. എനിക്കും ആ വിവാഹത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുടങ്ങിയതിൽ വിഷമമൊന്നുമില്ല, സന്തോഷമാണ് തോന്നുന്നത്. പിന്നെ അമ്മയുടെ ആഗ്രഹത്തിന് എതിര് നിന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എന്ത് തന്നെയായാലും ചില കാര്യങ്ങളിൽ നമുക്ക് രക്ഷിതാക്കളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരിക തന്നെ ചെയ്യും. കാരണം അവര് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഓരോന്നും ചെയ്യുന്നത്. അതെ, സത്യത്തിൽ മീരയുടെ ഇത്തരം ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തന്നോട് ഒരു റെസ്പെക്ട് തോന്നിക്കുന്നത്. അതിന്റെ ആവശ്യം എന്താ സർ? സാറ് എന്നെ പോലെ തന്നെയല്ലേ പെരുമാറിയത്. സാറിന് താല്പര്യമില്ലാഞ്ഞിട്ടും അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ വിവാഹത്തിന് തയ്യാറായത്. അപ്പൊ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ആ, അത് ശരിയാ. ചില കാര്യങ്ങളിൽ നമുക്ക് ഒരേ മനസ്സാണെന്ന് തോന്നുന്നു. ആ, പിന്നെ മീരയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫീസിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അമ്മ വന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയായിരുന്നത്. ഓക്കെ സർ. അമ്പലത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് ജോലിക്ക് വരാനായിരുന്നു എന്റെ താല്പര്യം. അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ഓഫീസ് കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. ആ, അത് മതി, മീരയുടെ ഇഷ്ടം. പിന്നെ ഞങ്ങളുടെ കമ്പനിക്ക് ഒരു അസറ്റാണ് മീര. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അമ്പലത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഐശ്വര്യമായിട്ട് തനിക്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു സർ. ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടരുതെന്ന എൻ്റെ ആഗ്രഹം. അതാ പിന്നെ വിഗ്രഹം നഷ്ടപ്പെട്ട് എൻ്റെ മനസ്സ് കയ്യിൽ നിൽക്കാതായപ്പോൾ ഞാൻ റിസൈൻ ചെയ്തത്. അല്ലാതെ ഉണ്ടായിരുന്ന ജോലി നിസ്സാരമായിട്ട് കണ്ടിട്ടല്ല. ദേവ ബിൽഡേഴ്സിലൊരു ജോലി എന്നത് ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത്. എനിക്ക് മീരയെ മനസ്സിലാവും. ആദ്യം ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പം എനിക്ക് മീരയുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബോസായിട്ട് മീര എന്നെ കാണണ്ട, ഒരു ഫ്രണ്ടായിട്ട് കരുതിയാൽ മതി. എന്തും തുറന്നു പറയാം. ശരി സർ. തന്നെ പോലെ എഫിഷ്യൻ്റ് ആയ ഒരു സ്റ്റാഫിനെ വിട്ടുകളഞ്ഞാൽ അത് ദേവ ബിൽഡേഴ്സിന് തന്നെയാണ് നഷ്ടം. അതെനിക്കറിയാം. അതുകൊണ്ടാണ് കൂടി കൂട്ടിക്കും. വർക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ MD-യുടെ നാവിൽ നിന്നും ഇങ്ങനൊരു കോംപ്ലിമെന്റ് കിട്ടുന്നത് ഒരു സ്റ്റാഫ് എന്ന നിലയിൽ എന്റെ ഭാഗ്യം തന്നെയാ സർ. അത് തുറന്നു പറയാൻ മനസ്സ് കാണിച്ചതിന് സാറിന്റെ നല്ല മനസ്സിനോട് നന്ദിയുണ്ട്. എൻ്റെ മീരെ, താൻ എന്നെ പുണ്യാളനൊന്നും ആക്കണ്ട. ഒരുപാട് നെഗറ്റീവുകളുള്ള ആളാണ് ഞാൻ. എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും മനുഷ്യരായത്. നന്മ മാത്രമായിരുന്നെങ്കിൽ ദൈവവും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക? തനിക്ക് എല്ലാ കാര്യത്തിലും നല്ല മറുപടി ഉണ്ടല്ലോ. നാവിൽ സരസ്വതി ഉള്ളവർക്കാ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ പറ്റുന്നെന്നാ ആൻറ്റി പറയുന്നത്. ഇപ്പം അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എനിക്ക് വയ്യാണ്ടായത് ഹരിയേട്ടിന് ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുന്നതാണോ ബുദ്ധിമുട്ട്? അതല്ല ഹരിയേട്ടാ, കുറെ ദിവസമായില്ലേ ഞാൻ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഹരിയേട്ടനും മീരയല്ലേ? ഒരാൾക്ക് അസുഖം വന്നാൽ വീട്ടിലുള്ള മറ്റുള്ളവർ വേണ്ടേ നോക്കാൻ? അതൊന്നും വലിയ കാര്യമല്ല. ഒരു കുടുംബമാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും വേണം മുന്നോട്ട് പോവാൻ. അതാരത്? ആദർശല്ലേ അത്? വരൂ. ദാമിനമ്മേ, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിക്കാ സാറിനെ കണ്ടത്. സാർ ഇങ്ങോട്ട് വരുമായിരുന്നു. ആണോ? അകത്തേക്ക് വാ, അകത്തേനും സംസാരിക്കാം. വേണ്ട, ക്ഷേത്രത്തിൻ്റെ 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ മീരയുടെ അച്ഛനെ കാണാൻ ഇറങ്ങിയത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ അമ്മയുമായിട്ട് പിന്നൊരു ദിവസം വന്ന് സംസാരിക്കാം. അതെന്താ സർ? സാറല്ലേ അച്ഛനോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതെ, പക്ഷേ അതിപ്പോൾ വേണ്ട. പ്രത്യേകിച്ചൊന്നുമില്ല. ക്ഷേത്രം ഒരുക്കുന്ന കാര്യവും മറ്റുമാണ്. അതെന്നേക്കാൾ നന്നായിട്ട് പറയാൻ പറ്റുന്നത് അമ്മയ്ക്കാണ്. ശരി, ഞാൻ വേണമെങ്കിൽ അവിടെ ഒന്ന് മാഡത്തിനെ കാണാം. ഇവിടെ വരെ വരുന്നത് മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, അത് വേണ്ട.
ഞാൻ അമ്മയും കൂട്ടി എത്തിക്കോളാം.